FT-DX10 റേഡിയോ ട്രാൻസീവർ. അപ്പോൾ നമുക്കൊരു ബേസ് റേഡിയോ ആയിട്ട് ഇതിനെന്തെല്ലാം പ്രധാനപ്പെട്ട മാറ്റങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ഹാം ട്രാൻസീവറിൻ്റെ ബേസ് മോഡലാണിത്. ഇതിൽ നമുക്ക് ഇത് ട്യൂണിങ് നോബ്. ഓക്കെ, പിന്നെ പ്രധാനമായിട്ട് നമുക്കൊരു ബേസ് ട്രാൻസീവറിന് വോളിയം കൺട്രോൾ, സ്ക്വെൽച്ച് കൺട്രോൾ എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ ഇല്ലാത്ത ടൈമിൽ മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ് സ്ക്വെൽച്ച്. അപ്പോൾ സ്ക്വെൽച്ച് ലെവൽ കറക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ഡിസ്റ്റോർഷൻ ഫ്രീ ആയിട്ടുള്ള ഓഡിയോ കിട്ടും. അതുപോലെ പിന്നെ ഉള്ളത് IF ഷിഫ്റ്റാണ്. IF ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് IF ഷിഫ്റ്റ്. ഈ IF ഷിഫ്റ്റ് സാധാരണ എല്ലാ ബേസ് റേഡിയോയിലും സാധാരണയായിട്ട് കാണുന്നുണ്ട്. RF ഫിൽറ്റർ, പിന്നെ നോയ്സ് ക്യാൻസലേഷൻ, നാരോ ബാൻഡ് ഫിൽറ്റർ, അങ്ങനെയുള്ള എസെൻഷ്യലായിട്ടുള്ള കുറച്ച് ഫിൽറ്റേഴ്സ് ഉണ്ടാവും. അത്രയാണ് സാധാരണ ഒരു ബേസ് മോഡൽ റേഡിയോക്ക് ഉണ്ടാവുക. പിന്നെ അതിൽ ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ടാവും. ഇതൊരു ബേസിക് ആയിട്ടുള്ള കൺട്രോളുകൾ ഇതിനും ഉണ്ടാവും. അതായത് ട്യൂണിങ് നോബ്, പിന്നെ സ്ക്വെൽച്ച് കൺട്രോൾ, വോളിയം കൺട്രോൾ, പിന്നെ കുറച്ച് ഫിൽറ്റേഴ്സ് ഉണ്ടാവും. അത് എന്നാൽ ലേറ്റസ്റ്റ് അമേച്ചർ റേഡിയോസിനൊക്കെ നോച്ച് ഫിൽറ്റർ, പിന്നെ അതുപോലെ കോണ്ടോർ, അങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ ഫിൽറ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ IF ഷിഫ്റ്റ്, സാധാരണഗതിയിൽ IF ഷിഫ്റ്റും ഇതിൽ തന്നെ ഉണ്ടാവും. എന്നാൽ ഇതിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിന് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത് ഇവിടെ ഒരു മീറ്റർ കണ്ടിട്ടുണ്ടാവും. ഇത് SWR മീറ്റർ ആയിട്ടും, ഇതേ മീറ്റർ തന്നെ നമുക്ക് പവർ ഔട്ട്പുട്ട് മീറ്റർ ആയിട്ടും, പിന്നെ ഓട്ടോമാറ്റിക് ലെവൽ കൺട്രോള്, പിന്നെ ആംബിയർ, എത്ര ആംബിയർ നമ്മൾ ട്രാൻസ്മിഷൻ എടുക്കുന്നുണ്ട്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് ഈ മീറ്റർ നമുക്ക് സെലക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ പവർ ഔട്ട്പുട്ട് വേണമെങ്കിൽ ഈ മീറ്ററിൽ സെലക്ട് ചെയ്താൽ ഇപ്പോൾ അത് പവർ ഔട്ട്പുട്ട് മീറ്ററായിട്ട് മാറി. അതേസമയം SWR സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ SWR മീറ്ററായിട്ട് മാറും. അപ്പോൾ വളരെ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു മീറ്ററാണ് ഇതിൽ എക്യുപ്പ് ചെയ്തിട്ടുള്ളത്. പഴയ മോഡൽ വളരെ അനലോഗായിട്ടുള്ള ഹാം റിസീവറിലൊക്കെ ഇതിന് ഓരോന്നിനും ഓരോ മീറ്റർ, അനലോഗ് മീറ്ററുകളായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഉദാഹരണമായിട്ട് SWR കാണാൻ, പവർ ഔട്ട്പുട്ട് കാണാൻ വേറെ മീറ്റർ, ആംബിയറിന് സെപ്പറേറ്റ് വേറെ മീറ്റർ, ലെവൽ കൺട്രോളിന് വേറെ മീറ്റർ, അങ്ങനെയുള്ള ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒറ്റ മീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ട്രാൻസീവർ ആയതുകൊണ്ട് ഒറ്റ മീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ ഫങ്ഷനുകളും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ഫീച്ചർ. പിന്നെ ഇത് ഫുൾ മെനു കൺട്രോൾ ട്രാൻസീവറാണ്. ഇപ്പോൾ ഈ ഫങ്ഷൻ തന്നെ ബട്ടണാണിത്. ഈ ഫങ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ലെവൽ, പീക്ക്, മാർക്കർ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കൺട്രോൾസ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലെവൽ എന്ന് പറയുന്നത് ഈ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ നോയ്സിൻ്റെ ലെവലാണ്. ഈ സ്പെക്ട്രത്തിൽ നമുക്ക് ആവശ്യമുള്ള ട്രാൻസ്മിഷൻ ഏരിയകൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. അത് നോയ്സിൻ്റെ ലെവൽ കൂടുമ്പോൾ നോയ്സ് അടക്കം കാണിക്കുന്നതുകൊണ്ട് നമുക്കത് യൂസ്ഫുൾ അല്ലാതെ പോകും. അപ്പോൾ ആ നോയ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലെവൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാർക്കർ ആണ് പ്രധാനപ്പെട്ട പറയുന്നത്. മാർക്കർ എന്ന് പറയുന്നത് നമുക്ക് സ്പെക്ട്രത്തിൽ നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണ് ഇപ്പോൾ ട്രാൻസ്മിഷൻ നടക്കുന്നത്, ഏത് ഫ്രീക്വൻസിയിലാണ് റിസീവ് ചെയ്യുന്നുള്ള മാർക്കിംഗ് പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മാർക്കർ. പിന്നെ കളറ്, കോൺട്രാസ്റ്റ്, ഇത് രണ്ടും ഈ ഡിസ്പ്ലേൻ്റെ കളറ്, ഡിസ്പ്ലേയുടെ കോൺട്രാസ്റ്റ്, ഡിമ്മർ, ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ഒക്കെയാണ് അടുത്തായിട്ടുള്ളത്. പിന്നെ മൈക്ക് ഗെയിൻ, നമുക്ക് മൈക്കിൻ്റെ ഗെയിന് നമുക്ക് ആവശ്യത്തിന് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതൊക്കെ സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ആയതുകൊണ്ട് മൈക്ക് ഗെയിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. പിന്നെ മൈക്ക് ഈക്വലൈസർ, അഡീഷണൽ ഈക്വലൈസർ ആവശ്യമില്ല, മൈക്കിൻ്റെ ഈക്വലൈസർ ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഈ വോക്സ് എന്ന് പറയുമ്പോൾ വോയിസ് ഓപ്പറേറ്റഡ് ട്രാൻസ്മിഷനാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ആവശ്യമില്ല. എന്നാൽ PTT ഉപയോഗിക്കുന്നത് പകരം വോയിസ് സംസാരിക്കുന്ന സമയത്ത് ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് പോകാനുള്ള സംവിധാനമാണ്. പക്ഷേ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. പിന്നെ അതിൽ പ്രധാനമായിട്ടുള്ള പറയുന്നത് RF ലെവൽ കൺട്രോളാണ്. ഈ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതാണ് RF ലെവൽ ഇതിനൊരു പ്രത്യേകത. പിന്നെ മോണിറ്റർ ലെവൽ, ഈ മോണിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് സാധാരണ നമുക്ക് കേൾക്കാൻ പറ്റാറില്ല. ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ആ മോണിറ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ ട്രാൻസ്മിഷൻ്റെ വോയിസ് ക്വാളിറ്റി നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഈ DNF എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഡിജിറ്റൽ നോയ്സ് ഫിൽറ്റർ. അത് ഡിജിറ്റലായിട്ട് നോയ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ്. ഇത് മെസ്സേജ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന, പ്രീ പ്രോഗ്രാം ചെയ്ത് വെക്കുന്ന വോയിസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാങ്കാണ്. പിന്നെ റെക്കോർഡ് എന്ന് പറയുന്നത് നമുക്ക് റിസീവ് ചെയ്യുന്ന
സൗണ്ടുകൾ നമുക്ക് ഇഷ്ടമായിട്ട് റെക്കോർഡ് ചെയ്ത് ഒരു SD കാർഡിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. SD കാർഡാണ് ഈ കാണുന്നത്. ഈ SD കാർഡിൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ആ ഒരു റെക്കോർഡ് ചെയ്ത കാർഡ് പിന്നെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാനുള്ള സൗകര്യമാണിത്. അപ്പോൾ നമുക്ക് വളരെ സൗകര്യപ്രദമായിട്ട് ഏത് ഫയലാണോ പ്ലേ ചെയ്യേണ്ടത് ആ ഫയൽ സെലക്ട് ചെയ്തിട്ട് പ്ലേ നോക്കിയിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്ത് എന്താണോ അത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും സാധിക്കും. ഇതിന് 2 VFO ഉണ്ട്, വേരിയബിൾ ഫ്രീക്വൻസി ഓസിലേറ്റർ 2 ഉണ്ട്. പിന്നെ മെമ്മറി ബാങ്കായിട്ട് വേറെ തന്നെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള മെമ്മറിയിൽ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസികൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് മെമ്മറി റീകോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ള കൺട്രോൾ പിന്നെ മോഡാണ്. പിന്നെ ബാൻഡ് കൺട്രോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് ബാൻഡിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ആ ബാൻഡ് നമുക്ക് സെലക്ട് ചെയ്യാം. 1.8, 3.5 തുടങ്ങിയിട്ട് 7 MHz, നമുക്ക് അപ് ടു 30 MHz, പിന്നെ 50 MHz ഓൾ ബാൻഡ് HF ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പിന്നെ ഇത് LSB, USB, CW, LCWU അപ്പർ ലോവർ ആയിട്ടുള്ള ഒരുപാട്, പിന്നെ AM നാരോ ഉണ്ട്, FM നാരോ ഉണ്ട്, പിന്നെ ഡാറ്റ, PSK, RTTY, അങ്ങനെ എല്ലാ ട്രാൻസ്മിഷൻ സ്റ്റാൻഡേർഡിലും ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ നോയ്സ് ഫിൽറ്റർ പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് കോണ്ടോർ. ഇവിടെയുള്ള ഷിഫ്റ്റാണ് IF ഷിഫ്റ്റ് തന്നെ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കൺട്രോളാണ്. ബാൻഡ് വിഡ്ത്ത് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ കുറച്ചുകൂടി ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ ആൻറ്റിന ട്യൂണർ വിത്ത് ഇൻബിൽറ്റ് ആൻറ്റിന ട്യൂണർ ഉണ്ട്. ഈ ട്യൂണർ ഉപയോഗിച്ചിട്ട് നമുക്ക് മാനുവലായിട്ട് ആൻറ്റിനയുടെ കറക്ഷൻ, റെസോണൻ്റ് കറക്ഷൻ ചെയ്യാൻ പറ്റും. സ്പെക്ട്രം ഉണ്ട്, ഓസിലോസ്കോപ്പ് ഉണ്ട്. അപ്പോൾ സൗണ്ടിൻ്റെ ട്രാൻസ്മിഷൻ ഒരു ബാൻഡിലുള്ള എവിടെയൊക്കെയാണോ ട്രാൻസ്മിഷൻ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സ്പെക്ട്രം നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും. ട്രാൻസ്മിഷനുള്ള ഭാഗങ്ങൾ വേറെ തന്നെ നമുക്ക് അത് സ്കോപ്പിൽ കാണാൻ പറ്റും. പിന്നെ ഓസിലോസ്കോപ്പ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്പാൻ കൺട്രോൾ, അതിൻ്റെ വിഡ്ത്ത്, സ്പെക്ട്രത്തിൻ്റെ വിഡ്ത്ത് നമുക്ക് മാനേജ് ചെയ്യാം. ഡിജിറ്റൽ നോയ്സ് റിഡക്ഷൻ, ഈ DNR വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു നോയ്സ് ഫിൽറ്ററാണ്. ഒരുവിധം ആയിട്ടുള്ള QRMs ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഈ DNR ഉപയോഗിച്ചിട്ട്. പിന്നെ ഇതൊരു കംപ്ലീറ്റ്ലി SDR ആണ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എക്യുപ്ഡ് ആണ്. അത് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇത്രയാണ് ഇതിൻ്റെ ഉള്ളത്. അപ്പോൾ ഇത് നോയ്സി ഏരിയയിലൊക്കെ ആണെങ്കിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന റിസീവറാണ്. 100 വാട്ട് ഔട്ട്പുട്ട് ഉണ്ട്. റിസപ്ഷൻ മോഡാണെങ്കിൽ വളരെ ക്ലിയർ, എന്താ പറയുക, HFലൊക്കെ നല്ല ക്ലിയർ FM ടൈപ്പ് ട്രാൻസ്മിഷൻ പോലെ നല്ല റിസപ്ഷനായിട്ട് കിട്ടുന്ന. ഇപ്പം നമ്മൾ ഒരു പിന്നെ ബേസ് മോഡലായിട്ടുള്ള ഒരു റിഗുമായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡിഫറൻ്റ് ആണ് ഇതിൻ്റെ ക്വാളിറ്റി.